ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് പതിവ് പോലെ എൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. നല്ല മഴയുള്ള ദിവസമായിരുന്നു ഇന്നലെ മുഴുവൻ. അതുകൊണ്ട് ഇന്ന് ചെറുതായിട്ട് വെയിലൊക്കെ ഉദിച്ച് വരുന്നുണ്ട് കേട്ടോ. കുറേ തുണികൾ ഉണക്കി എടുക്കാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് എൻ്റെ ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഉള്ളത്. പക്ഷേ ഞാൻ ഒത്തിരി കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. വളരെ കുറച്ച് കാര്യങ്ങളെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യം കിച്ചണിലെത്തിയ വ്യക്തി ഞാനായതുകൊണ്ട് ജനലും വാതിലൊക്കെ ഒന്ന് തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചായ വെച്ച് കുടിക്കാം. ഇപ്പോൾ അമ്മ മൊത്തം ക്ലീനിങ് ഡ്യൂട്ടിയാണ് കേട്ടോ ഉള്ളത്. അമ്മയ്ക്ക് രാവിലെ കുക്കിംഗ് പരിപാടിയൊന്നുമില്ല, ക്ലീനിങ് മൊത്തം കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും നന്നായി. ക്ലീനിങ് ഇഷ്ടമൊക്കെ ആണെങ്കിലും എന്തൊക്കെയോ മടിയുണ്ട് കേട്ടോ ഇപ്പോൾ ചെയ്യാനായിട്ട്. അതുകൊണ്ട് ആ ഡ്യൂട്ടി അമ്മ ചെയ്യുന്ന കാരണം വലിയൊരു ആശ്വാസമാണ്. പാലടുപ്പത്ത് വെക്കുമ്പോൾ മുതലേ പാപ്പുൻ്റെ വലിയ ഓളി കേൾക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര കരച്ചിൽ കേൾക്കുന്നുണ്ട്. മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് മാഷത്തി ഒരു രക്ഷയില്ല. അപ്പം എന്ത് പറ്റിയെന്ന് വിചാരിച്ച് പോയി നോക്കുമ്പോൾ വേറൊന്നല്ല കേട്ടോ, നമ്മൾ ഗണപതിയുടെ അവിടെ വിളക്ക് വെച്ചിട്ടുണ്ടല്ലോ, അവിടെ നമ്മുടെ പൂത്താങ്കിരി വന്നിട്ട് ആ തിരി എടുത്തുകൊണ്ട് പോകാൻ നോക്കുകയാണ് കേട്ടോ. അത് കണ്ടിട്ടാണ് അശ്വതി നിന്ന് കരയണത്. ഞാൻ വന്ന ആളെ ഒക്കെ ഓടിച്ചുകൊണ്ടുപോയി. ഈ തീ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു എടുത്തുകൊണ്ട് പോയിട്ടില്ല. ദേ കരഞ്ഞ് ബഹളം വെച്ച ആൾ കിടക്കണ കിടപ്പ് കണ്ട പാവം കുട്ടിട്ടോ. അങ്ങനെ അവളൊക്കെ ഒരു വിധം സൈഡാക്കിയതിന് ശേഷം ഞാൻ നേരെ കിച്ചണിലോട്ട് വിട്ടിട്ടുണ്ട്. നമുക്ക് ചടപടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. ഗോതമ്പൊടി കഴിഞ്ഞിട്ട് കുറേ ദിവസമായിട്ടോ. ഗോതമ്പൊക്കെ വാങ്ങിക്കൊണ്ടെന്ന് കഴുകിയപ്പോൾ മുതൽ തുടങ്ങിയ മഴയാണ്. ഇതുവരെയായിട്ട് അതൊന്നും ഉണങ്ങി കിട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ചപ്പാത്തി തിന്നാൻ കൊതിയായതുകൊണ്ട് ഇന്നലെ കടയിൽ പോയപ്പോൾ 2 പാക്കറ്റ് നമ്മൾ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു പാക്കറ്റ് ഇന്നലെ തന്നെ നമ്മൾ തിന്ന് തീർത്തിട്ടിട്ട് ഒരു പാക്കറ്റും കൂടി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മയ്ക്ക് ഉച്ചയ്ക്ക് അതന്നെ കൊടുത്തു വിടാമല്ലോ. അങ്ങനെ അതൊക്കെ കുക്ക് ചെയ്യാൻ വെക്കുമ്പോഴേക്കും നമ്മുടെ പാല് തിളച്ചിട്ടുണ്ട്. അതിൽ ചായപ്പൊടി ഇട്ട് സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ചായ എനിക്ക് സമാധാനമായിട്ട് കുടിക്കണം കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പതുക്കെ കുടിക്കാം, ഈ ഹറിബറി ഒന്ന് കഴിയട്ടെ എന്ന്. സാധാരണ മുമ്പൊക്കെ ഞാൻ ചെയ്യാറുള്ളത് ഒരാഴ്ചത്തെ മീൽ പ്ലാൻ തയ്യാറാക്കി വെക്കും കേട്ടോ. കുക്കൊന്നും ചെയ്ത് വെക്കില്ല, പകരം എന്തൊക്കെ ഐറ്റംസാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ എഴുതി വെക്കാറുണ്ട് ഞാൻ അമ്മയും കൂടി ഇരുന്നിട്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ആ ഒരു പരിപാടി ഇല്ല കേട്ടോ. അതിൻ്റെ നല്ല ബുദ്ധിമുട്ട് കിച്ചണിൽ വരുമ്പോൾ കാണുന്നുണ്ട്. കാരണം എന്തുണ്ടാക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഭയങ്കരമാണ് കേട്ടോ. കുറേ സമയം അതിന് തന്നെ പോവും. പിന്നെന്താ ഇനി പുതിയ തുടങ്ങണം ഒന്നേന്ന്. കാരണം ഇടയിൽ എനിക്കൊരു ചെറിയ മടി പിടിച്ചിട്ടോ, അതിൽ പറ്റിയതാണ്. പിന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി അമ്മയ്ക്കുള്ളത് വെച്ചിട്ട് ഞാൻ മീൻകറി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഉണ്ണിയുടെ ചക്കട കണ്ടത്. പിന്നെ അതൊരെണ്ണെടുത്ത് കഴിച്ചു. മിനിഞ്ഞാന്ന് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ചക്കട വേണമെന്ന്. പക്ഷേ എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് അമ്മയുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അമ്മയ്ക്ക് സമയമില്ലാത്തതുകൊണ്ട് അമ്മ ഉണ്ടാക്കി വെച്ചില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ എൻ്റെ ഉണ്ണിക്ക് സങ്കടമായിട്ട് അവൾ ഇന്നലെ എനിക്ക് സർപ്രൈസായിട്ട് ഉണ്ടാക്കി തന്നതാണ് കേട്ടോ ചക്കട. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഈ വക കൽക്കുരുത്ത് പരിപാടികളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു ചക്കടയൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും മീൻകൂട്ടാൻ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇന്നലെ വെച്ചതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ചാറെടുത്ത് അമ്മയ്ക്കുള്ള കൂട്ടാനും ഒക്കെ സെറ്റാക്കി നമുക്ക് അമ്മേനെ ഒരു വഴിക്കാക്കി വിടാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ ഉണ്ണിക്ക് ഒരു കൊറിയർ അയക്കാനുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അതിനും കൂടി പോകണം. അതിനിടയിൽ എനിക്ക് എൻ്റെ തുണികൾ ഉണക്കിയെടുക്കണം കേട്ടോ. അതാണ് മെയിനായിട്ടുള്ള കാര്യം. മഴ പെട്ടെന്നായതുകൊണ്ട് നമുക്ക് ഷീറ്റൊന്നും വലിച്ചു കെട്ടാനുള്ള സമയം കിട്ടിയിട്ടില്ല. പിന്നെ മാങ്ങ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ മാങ്ങ കഴിയാണ്ട് അവിടെ ഷീറ്റ് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷീറ്റ് ഒട്ടയായി പോവും. അതുകൊണ്ട് തുണികൾ ഉണക്കിയെടുക്കണം. ഒരുവിധം ഒന്നിൻ്റെ മുകളിൽ ഒന്നിട്ടിട്ടാണ് വെച്ചിട്ടുള്ളത്. കരിമ്പനടിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് കേട്ടോ. അമ്മേനെ പറഞ്ഞു വിട്ടതിന് ശേഷം നേരെ ചായ കുടിച്ചിരിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അച്ഛൻ ഉണ്ണിയാണ് കേട്ടോ ചായ കുടിക്കാൻ പോകുന്നത്. അച്ഛൻ ഇന്ന് പോയിട്ടില്ല. അപ്പോൾ ചായയൊക്കെ എടുത്ത് അവർക്കുള്ളത് കൊണ്ടു കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് അരി കഴുകി വേഗം അടുപ്പത്തിടാന്ന്. കാരണം നല്ല വേവുള്ള അരിയാണ് കേട്ടോ. അടുപ്പ് കൂട്ടേണ്ടതായിരുന്നു, പക്ഷെ ഇന്ന് മടി കേട്ടോ. മടി തന്നെയാണ് മെയിനായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഗ്യാസമ്മ തന്നെ വെച്ചിട്ടുണ്ട്. അമ്മ കാണുമ്പോഴാണ് അടി കിട്ടുക. കാരണം ഇപ്പോൾ ഗ്യാസ് കിട്ടാൻ ഭയങ്കര പണിയാണല്ലോ. എങ്കിലും പണ്ടത്തെ ആ ഒരു ഹറിബറി പോയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 15 ദിവസമാണെന്ന് തോന്നുന്നു ബുക്കിംഗ് ടൈം. ഞാൻ ഒന്ന് ബുക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ നാളെ ഇഡ്ഡലി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതേ മാവൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അരിയൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കുന്നുണ്ട്. അരി ഇവിടെ തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്ക് പുറത്ത് കുറച്ച് പണിയുണ്ട് കേട്ടോ. ഞാൻ അവിടെ ഒരു സ്റ്റാൻഡ് അടിച്ചിട്ടുണ്ടായിരുന്നു. കയറുമ്മലാണ് കെട്ടിയത്. ഉണ്ണി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാക്കച്ചരട് നിൽക്കില്ലടി, പകരം പ്ലാസ്റ്റിക്കിൻ്റെ കയറുകൊണ്ട് കെട്ടാൻ. പക്ഷേ ഞാൻ ചാക്കച്ചരടുമ്പോൾ കെട്ടെന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാം കൂടി തലയും കുത്തി വീണിട്ടുണ്ട് കേട്ടോ. ചെടികളുടെ ചട്ടികളുടെ കാര്യം ഒരു തീരുമാനമായിട്ടുണ്ട്. ചെടികളും ഏകദേശം തീരുമാനമായിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് ഇതിനെങ്ങനെ ശരിയാക്കി എടുക്കുന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ. പിന്നെ ഒക്കെ നമ്മുടെ പടരുന്ന ടൈപ്പ് ചെടി ആയതുകൊണ്ട് ടെൻഷനില്ല, എങ്ങനെ ഇട്ടാലും അവർ വളർന്നോളും. പക്ഷേ അടിയിലുള്ള 1-2 ചെടി പോയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഓർക്കിഡൊക്കെ വീണ് കിടക്കുമായിരുന്നു. അതൊക്കെ ഒന്ന് കെട്ടുന്നുണ്ട് കേട്ടോ. പിന്നത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ പണി അവിടെ കിടക്കും. എൻ്റെ ചെടികൾ നാശമായി പോകും കേട്ടോ. അതുകൊണ്ട് അത് കൈയോടെ ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു പണി മടിയില്ലാണ്ട് പെട്ടെന്ന് ചെയ്ത് തീർക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ ചെറിപ്പരിപാടിയാണ് കേട്ടോ. അത്രയും കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വരുന്നതാണ്. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റാക്കി സൈഡാക്കിയതിന് ശേഷം പാപ്പൂസിൻ്റെ അടുത്ത് പോയി കുറച്ച് നേരം ഇരുന്നു കേട്ടോ. ക്യാമറ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവളപ്പം നമുക്ക് ഫോട്ടോ എടുക്കാൻ നിന്നൊക്കെ തരും. പക്ഷേ ഇന്ന് ഉറക്കം വന്നിട്ടാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കണ്ണിങ്ങനെ അടഞ്ഞ് പോകും. ഭയങ്കര ക്യൂട്ടി ഗേളായിട്ടുണ്ട്.
പിന്നെ കുറച്ച് നേരം അവളുടെ അടുത്തിരുന്ന് ഞാൻ നേരെ നമ്മുടെ കോഴിപ്പെണ്ണുങ്ങളുടെ അടുത്തേക്ക് പോയി കേട്ടോ. അവർക്ക് തീറ്റിട്ട് കൊടുക്കണം, പിന്നെ അതുപോലെ തന്നെ മുട്ട എടുക്കണം കേട്ടോ. ഇപ്പം അവർ ചെയ്യുന്ന ഒരു കാര്യമാണ്, മുട്ട ഇങ്ങനെ കൊത്തി അടിയിലേക്ക് ഇടുന്നുണ്ട്. എങ്ങനെ അവർക്ക് എത്തണമെന്നൊരു പിടിയില്ല. അങ്ങനെ അവരുടെ അടുത്ത് പോയി കോഴിക്ക് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ പതിവ് പോലെ തന്നെ ഇന്നും മുട്ട കൊത്തി പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെ എത്തണമെന്ന് ഒരു ഐഡിയ ഇല്ല, ആരത് ചെയ്യണമെന്നും കണ്ടുപിടിക്കൽ എളുപ്പമല്ല. ഇനിയിപ്പോൾ ഞാൻ വല്ല ക്യാമറയും സെറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും ഒരെണ്ണം അടിയിൽ കൊത്തി പൊട്ടിച്ചിട്ടിട്ടുണ്ട്, ഒരെണ്ണം എന്തേ കൊത്തി നാശാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതെടുത്ത് അപ്പം തന്നെ അപ്പം ഉണ്ടാക്കണം. അതും ഉണ്ണീനെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ, അവളുണ്ടാക്കിക്കോളും. അങ്ങനെ അതൊക്കെ എടുത്ത് കൊണ്ടുപോയി സെറ്റാക്കിയതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ തുണികൾ ഉണക്കിയെടുക്കാനുള്ള പരിപാടി നോക്കാം. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലുണ്ട് കേട്ടോ കാലത്ത് മുതലേ തന്നെ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നത്. പിന്നെ ഒരുവിധം വാടിയിട്ടുള്ള തുണികളാണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് ഉണക്കിയെടുക്കാമെന്നൊക്കെ വിചാരിച്ചു. തുണി ഞാൻ എടുത്ത് ടെറസിൻ്റെ മുകളിൽ കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ. അപ്പോഴേക്കും എന്തേ മഴക്കാരെന്ന് പറഞ്ഞാൽ അസലായിട്ട് മഴക്കാർ ഉദിച്ച് വരുന്നുണ്ട്. മേഘം കാണാൻ നല്ല അടിപൊളി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ പണിയാവും, കാരണം എനിക്ക് കുളിക്കൊക്കെ വേണമല്ലോ. അപ്പം ഞാൻ അടിയിൽ കൊണ്ടുവന്ന് വെച്ച് കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തു, കാരണം വെയിലെങ്ങാനും ഇനി വീണ്ടും വന്നാലോ എന്ന്. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇതേ ഞാൻ ഇവിടം കൊണ്ട് എൻ്റെ ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ നാളെ മറ്റൊരു വ്ളോഗായിട്ട് വരാം. ബൈ ബൈ.